ഹായ് ഓൾ, വെൽക്കം ടു അഡ 24/7 മലയാളം. അപ്പോൾ ഇന്ന് നമ്മുടെ വീക്കിലി റൗണ്ടപ്പ് ആണ്. കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് മറക്കാതെ കമന്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാൻ, നമ്മുടെ അഡ 24/7 മലയാളം പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് അഫയർ ക്ലാസ്സുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ നോട്ട്സ് ഒക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അഡ 24/7 ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിന്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകൾ ഭാഗത്ത് എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ദേ ഇവിടെ സിൻഷീവിസ് ഫ്രീ PDF എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 29 അല്ലെ? 29. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 29 മെഡലുകളാണ് നേടിയത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ 7 സ്വർണം, അതുപോലെ 9 വെള്ളി, 13 വെങ്കലം അല്ലെ? 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലമാണ് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് ചൈനയാണ്. ചൈനയുടെ ആകെ മെഡലുകൾ 220 ആണ്. അതുപോലെ സെക്കൻഡ് ഉള്ളത് ബ്രിട്ടൻ ആണ്. തേർഡ് ഉള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 18 ആണ് അല്ലെ? 18 ആണ്. അപ്പോൾ 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം ഉൾപ്പെടെ 29 മെഡലുകളാണ് ഇന്ത്യ നേടിയത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആര് എന്നുള്ളതാണ്. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു ഉത്തരം? ഉത്തരം എന്തായിരുന്നു? ഓപ്ഷൻ എ ആണ്, യാനിക് സിന്നർ അല്ലെ? യാനിക് സിന്നർ എന്നുള്ളത് ഓർത്തിരിക്കുക. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ വ്യക്തി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? യാനിക് സിന്നർ ആണ്. ഇനി US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരെന്ന് ചോദിക്കുകയാണെങ്കിലോ അതിന്റെ ആൻസർ എന്താണ്? US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം പറഞ്ഞിരിക്കുക ആര്യന സബലങ്ക. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ആര്യന സബലങ്ക എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെന്റർ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെന്റർ. ആൻസർ എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ്, സഹജ അല്ലെ? സഹജ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 2024 വൈജ്ഞാനിക പുരസ്കാരങ്ങളിൽ NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. PN ഗോപികൃഷ്ണൻ. ഓർക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? PN ഗോപികൃഷ്ണൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ കൃതി ഓർത്തിരിക്കുക, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്നുള്ളതാണ്. അതുപോലെ തന്നെ KM ജോർജ് സ്മാരക ഗവേഷണ പുരസ്കാരം T തസ്ലീമയ്ക്കാണ്. T തസ്ലീമയുടെ KG ജോർജിന്റെ ചലച്ചിത്രങ്ങളിലെ ദൃശ്യ ശബ്ദ സങ്കേതങ്ങൾ ആഖ്യാനവും അർത്ഥരൂപീകരണവും എന്ന ഗവേഷണ പ്രബന്ധത്തിനാണ് പുരസ്കാരം. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു MP കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം S ശാന്തിയുടെ കിളിമൊഴി പക്ഷികൾക്കു വേണ്ടി 35 ഭാഷണങ്ങൾ സലീം അലി ആ ഒരു കൃതിക്കാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പൊ MP കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം S ശാന്തിക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. T തസ്ലീമയ്ക്ക് KM ജോർജ് സ്മാരക ഗവേഷണ പുരസ്കാരം T തസ്ലീമയ്ക്കാണ്. അതുപോലെ NV കൃഷ്ണവാര്യർ സ്മാരക പുരസ്കാരം PN ഗോപികൃഷ്ണൻ. കൃതി ഓർത്തിരിക്കുക, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ. മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിയറ്റ്നാമിൽ കരകയറിയ ഏഷ്യയിൽ ഈ വർഷത്തെ ഏറ്റവും ശക്തി കൂടിയ ചുഴലിക്കാറ്റ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിയറ്റ്നാമിൽ കരകയറിയ ഏഷ്യയിൽ ഈ വർഷത്തെ ഏറ്റവും ശക്തി കൂടിയ ചുഴലിക്കാറ്റ് ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ
ആൻസർ എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? ആൻസർ ഓപ്ഷൻ ബി ആണ്, യാഗി അല്ലെ? യാഗി എന്നുള്ള ഓർമ്മിക്കുക. വിയറ്റ്നാമിൽ കരകയറിയ ചുഴലിക്കാറ്റാണ് ഏതെന്ന് പറയുന്നത്? യാഗി. വിയറ്റ്നാമിൽ കരകയറിയ ചുഴലിക്കാറ്റാണ് യാഗി എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, കിടപ്പു രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും മുഴുവൻ സമയവും പരിചരിക്കുന്നവർക്ക് മാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടാണ് നമ്മൾ പിന്നെയും സ്കീംസ് ഒക്കെ ഇങ്ങനെ ഇടയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് എക്സാമിനും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകം ഓർത്തിരിക്കാം. കിടപ്പു രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും മുഴുവൻ സമയവും പരിചരിക്കുന്നവർക്ക് മാസധനസഹായം. പദ്ധതിയുടെ പേരെന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? ഏതാണ്? ആശ്വാസകിരണം അല്ലെ? ആശ്വാസകിരണം എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. കിടപ്പു രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും മുഴുവൻ സമയവും പരിചരിക്കുന്നവർക്ക് മാസധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ആശ്വാസകിരണം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത്, സൈബർ അതിക്രമം തടയുന്നതിൽ ഏത് സംസ്ഥാനത്തെ പോലീസാണ് ഒന്നാമത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സൈബർ അതിക്രമം തടയുന്നതിൽ ഏത് സംസ്ഥാനത്തെ പോലീസാണ് ഒന്നാമത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഓർത്തിരിക്കുക, ഓപ്ഷൻ സി അല്ലെ? ഗുജറാത്ത് ആണ് നമ്മുടെ ആൻസർ. സൈബർ അതിക്രമം തടയുന്നതിൽ ഏത് സംസ്ഥാനത്തെ പോലീസാണ് ഒന്നാമത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, കേരളമാണ്. കേരളം എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, 2024 സെപ്റ്റംബറിൽ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? 2024 സെപ്റ്റംബറിൽ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഓർക്കുന്നുണ്ടോ? ആൻസർ എന്തായിരുന്നു? ഉത്തരം ഏതാ? ഉത്തരം ഓപ്ഷൻ 2 ആണ്, തുഹിൻ കാന്ത പാണ്ഡെ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് തുഹിൻ കാന്ത പാണ്ഡെ. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് തുഹിൻ കാന്ത പാണ്ഡെ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ ഏത് രാജ്യത്തിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ടാണ് ചുമതലയേൽക്കുന്നത്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓർത്തിരിക്കുക, കാരണം എക്സാമിന് ചോദിക്കുന്നതാണ്, മറക്കരുത്. മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ ഏത് രാജ്യത്തിലെ ഇന്ത്യൻ സ്ഥാനപതി ആയിട്ടാണ് ചുമതലയേൽക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്രൊയേഷ്യ അല്ലെ? ക്രൊയേഷ്യ. അരുൺ ഗോയൽ ക്രൊയേഷ്യയുടെ ഇന്ത്യൻ സ്ഥാനപതി ആയിട്ടാണ് ചുമതലയേൽക്കുന്നത് എന്നുള്ള ഓർത്തിരിക്കുക. അടുത്തത്, ആളില്ലാതെ ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചിറങ്ങിയ ബോയിങ്ങിന്റെ പേടകം ഏതാണ്? ആളില്ലാതെ ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചിറങ്ങിയ ബോയിങ്ങിന്റെ പേടകം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ പെട്ടെന്ന് പറഞ്ഞോളൂ. ഓപ്ഷൻ എ ആണ്, സ്റ്റാർ ലൈനർ. മറക്കാതെ എല്ലാത്തിന്റെ ആൻസേഴ്സ് ഓർമ്മയിൽ വന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കിട്ടിയിട്ടില്ലെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. കിട്ടിയില്ല, ഒരെണ്ണം പോയി, അല്ലെങ്കിൽ ബാക്കിയെല്ലാം കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ഇൻഫോം ചെയ്യുക കേട്ടോ. ക്ലാസ് കാണുന്ന ആളുകൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓർമ്മയിൽ വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ആളില്ലാതെ ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തിയ ബോയിങ്ങിന്റെ പേടകം ഏത് എന്നുള്ളതാണ്. നമ്മുടെ ആൻസർ എന്താണ്? സ്റ്റാർ ലൈനർ ആണ്. അടുത്തത്, ഇന്ത്യയുടെ ബഹിരാകാശ മനുഷ്യ ദൗത്യം ഗഗൻയാന്റെ വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ബഹിരാകാശ മനുഷ്യ ദൗത്യം ഗഗൻയാന്റെ വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിഞ്ഞിരിക്കുക, LVM-3 ആണ്. LVM-3 എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്ത് വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം. വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്ത് വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ? 3 സ്ഥാനം എന്നുള്ളത് ഓർത്തിരിക്കുക. വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്ത് വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, 3 എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യക്ക് 3 സ്ഥാനമാണ് നമ്മൾ പറഞ്ഞു. 1 സ്ഥാനത്തുള്ളത് ആരാണ്? ബംഗ്ലാദേശ് ആണ്. 2 സ്ഥാനത്തുള്ളത് പാകിസ്ഥാനാണ്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. 1 സ്ഥാനമുള്ളത് ബംഗ്ലാദേശിനാണ്, 2 സ്ഥാനമുള്ളത് പാകിസ്ഥാനാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദീപാവലി വരാനിരിക്കെ പടക്ക വിൽപ്പനയ്ക്കും പൊട്ടിക്കലിനും സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ. ദീപാവലി വരാനിരിക്കെ പടക്ക വിൽപ്പനയ്ക്കും
പൊട്ടിക്കലിനും സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യൻ നഗരം ഏത് എന്നുള്ളതാണ്. ആൻസർ എന്താണ്? പടക്ക വിൽപ്പനയ്ക്കും പൊട്ടിക്കലിനും സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യൻ നഗരം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഡൽഹി. ഡൽഹി എന്നുള്ളത് മറക്കരുത്, ഡൽഹി എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പേര് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു പേരെന്തായിരുന്നു? ഓപ്ഷൻ എ ആണ്, രൺധീർ സിംഗ് എന്നുള്ളത് അറിഞ്ഞിരിക്കും കേട്ടോ, രൺധീർ സിംഗ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? രൺധീർ സിംഗ് ആണ്. രൺധീർ സിംഗ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടമാവാൻ ഒരുങ്ങുന്ന ബുർജ് അസീസി വരുന്നത് എവിടെയാണ്? ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടമാവാൻ ഒരുങ്ങുന്ന ബുർജ് അസീസി എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്തായിരുന്നു? ഇത് ഉറപ്പായിട്ട് ഓർമ്മയിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ കുറെ പേര് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, ദുബായ്. ദുബായ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടമാവാൻ ഒരുങ്ങുന്ന ബുർജ് അസീസി വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ദുബായ്. ദുബായ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി 2024 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2024 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം. നമ്മൾ സാക്ഷരതാ ദിനം എന്ന് പറയുന്നത് 8 സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ 8-നാണ് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സെപ്റ്റംബർ 8-നാണ് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രമേയം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർത്തു വെച്ചിരിക്കുക, പ്രൊമോട്ടിംഗ് മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ. അതൊക്കെ ആ ഒരു കീവേഡ്സ് ഒക്കെ ഓർത്തു വെച്ചിരിക്കുക. പ്രൊമോട്ടിംഗ് മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ, ലിറ്ററസി ഫോർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് പീസ് എന്നുള്ളതാണ്. പ്രൊമോട്ടിംഗ് മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ, ലിറ്ററസി ഫോർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് പീസ് എന്നുള്ളതാണ് 2024 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ എന്താണ്? ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കൽ, പരസ്പര ധാരണയ്ക്കും സമാധാനത്തിനും സാക്ഷരത എന്നുള്ളതാണ്. ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കൽ, പരസ്പര ധാരണയ്ക്കും സമാധാനത്തിനും സാക്ഷരത എന്നുള്ളതാണ് 2024 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ വർഷം നിർമ്മിത ബുദ്ധി രംഗത്ത് ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 പേരുടെ ടൈം മാഗസിൻ പട്ടികയിൽ ഇടം നേടിയ കേന്ദ്രമന്ത്രി ആരാണ്? ടൈം മാഗസിൻ പട്ടികയിൽ ഈ വർഷം നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI രംഗത്ത് ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 പേരുടെ ടൈം മാഗസിൻ പട്ടികയിൽ ഇടം നേടിയ കേന്ദ്രമന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി ആണ്, അശ്വിനി വൈഷ്ണവാണ്. അശ്വിനി വൈഷ്ണവ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ, അശ്വിനി വൈഷ്ണവാണ്. ഈ വർഷം നിർമ്മിത ബുദ്ധി രംഗത്ത് ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 പേരുടെ ടൈം മാഗസിൻ പട്ടികയിൽ ഇടം നേടിയ കേന്ദ്രമന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ്. അദ്ദേഹം മാത്രമല്ല, മറ്റൊരാൾ കൂടിയുണ്ട് അല്ലേ? ആരാണ്? അനിൽ കപൂർ അല്ലെ? അനിൽ കപൂർ ഓർത്തിരിക്കുക. ഈ വർഷം നിർമ്മിത ബുദ്ധി രംഗത്ത് ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 പേരുടെ ടൈം മാഗസിൻ പട്ടികയിൽ ഇടം നേടി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും ബോളിവുഡ് നടൻ അനിൽ കപൂറും. അപ്പൊ രണ്ടുപേരെയും ഓർത്തിരിക്കുക. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും നേടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇടം നേടിയിട്ടുണ്ട്, അതുപോലെ അനിൽ കപൂറും ഇടം നേടിയിട്ടുണ്ട്. രണ്ടുപേരെയും അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഓർമ്മയിൽ വന്നിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. കൂട്ടത്തിൽ തന്നെ നമ്മുടെ 247 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ചെയ്യുക. നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുന്ന അത് നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കാൻ സാധിക്കുക? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുക, കേരള സെലക്ട് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് ഇപ്പോൾ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഓണം പ്രമാണിച്ച് നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റി 25% ഓഫറൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും ചൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ RRB NTPCയുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സ്റ്റോറിൽ പോവുക, RRB NTPC എടുക്കുക. അത് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഫോൾഡർ വരും. ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് കൂപ്പൺസ് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കും. അവിടെ എന്ത് ചെയ്യുക? അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂപ്പൺ കോഡ് Y670 അപ്ലൈ ചെയ്യാം. Y670S ഉണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് ആഡ് ചെയ്യണേ. ഈ പറഞ്ഞ ടെസ്റ്റ് സീരീസ് ആയതുകൊണ്ടാണ് നമ്മൾ S കൂടെ ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ Y670 കോഴ്സ് ആണെങ്കിൽ ജസ്റ്റ് Y670 എന്ന് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ Y670S എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ എമൗണ്ട് കുറയുന്നത്. അപ്പോൾ മാക്സിമം എമൗണ്ടിൽ
മാക്സിമം ഡിസ്കൗണ്ടിൽ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്, മറക്കരുത്. അപ്പൊ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് സാധാരണ പർച്ചേസ് ചെയ്യുന്നവർ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് നമ്മുടെ ആപ്പിൽ വേരിയസ് LGSന്റെ ബാച്ച്, ICS ക്രാഷ് ബാച്ച് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഓഫർ ഉണ്ട്, മാക്സിമം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ 10th പ്രിലിംസ് ഒക്കെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, ഏതാണെങ്കിലും ഈ ഒരു മെത്തേഡിൽ തന്നെയാണ്. സ്റ്റോർ എടുക്കുക. സ്റ്റോർ എടുക്കുമ്പോൾ നമുക്ക് അഡ കേരള, മഹാപാക്ക് എന്നൊക്കെ കാണാം, KPSC കാണാം, SSC കേരള എന്ന് കാണാം, ബാങ്ക് എക്സാം കേരള, കേരള റെയിൽവേ, ഇങ്ങനെയൊക്കെ കാണാം. അപ്പൊ നമ്മളിപ്പോ കേരള PSC റിലേറ്റഡ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, SSC റിലേറ്റഡ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ഒക്കെ ആണെങ്കിൽ കേരള റെയിൽവേയോ SSC കേരളയോ രണ്ടും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കേരള ഒരു 10th പ്രിലിംസിന്റെ കോഴ്സാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, കേരള PSC എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പൊ നമുക്കത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറെ ഫോൾഡേഴ്സ് വരുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ഫോൾഡറും കാണാം. അപ്പൊ 10th പ്രിലിംസ് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുന്നു, ബൈ നൗ കൊടുക്കുന്നു. അതിൽ ഓൾറെഡി കൂപ്പൺ കോഡ് അപ്ലൈ എന്ന് പറഞ്ഞ് കാണാം. അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ തൊട്ടപ്പുറത്ത് തന്നെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്പേസും വരും. അവിടെ എന്ത് ചെയ്യുക, Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് SSCയുടെ കോഴ്സ് ഉണ്ട്, അതെടുക്കാനായിട്ട് സ്റ്റോറിൽ പോയി SSC കേരള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെയാണ്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയുള്ള കോഴ്സുകളാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ ഡ്രീം ആയി കാണുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ കോഴ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മാക്സിമം പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക, കോഴ്സ് പർച്ചേസ് ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും നമുക്ക് ലൈവ് ആയിരിക്കും. ഇപ്പൊ ലൈവ് ക്ലാസ് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാത്തിന്റെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. അതുപോലെ ടെസ്റ്റ് സീരീസ്, ഈ ബുക്ക് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പൊ ഓണം പ്രമാണിച്ച് നമുക്ക് RRB NTPCയുടെ 5 ടെസ്റ്റ് സീരീസും അതുപോലെ PSCയുടെ ജനറൽ അവയർനെസ് ബുക്കൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ നമുക്ക് RRB SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി സ്പെഷ്യൽ കറണ്ട് അഫയർ ബാച്ച് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന് SSC കേരള എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുക, RRB NTPC എന്നുള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. അതിൽ എന്ത് ചെയ്യുക, അതിൽ നമുക്ക് ഇതുപോലെ ഒരു ഫോൾഡർ കാണാം, അത് ബൈ നൗ കൊടുക്കുക. Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് മാക്സിമം ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാം. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ട്, ഡൗട്ട് ചോദിക്കാം. പിന്നെ കറണ്ട് അഫയേഴ്സ്, ഡെയിലി ക്വിസുകൾ ഉണ്ട്. പിന്നെ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. ജോബ് അലേർട്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കരുത്. ഓക്കെ. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്